ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഓൺലൈൻ ടാക്സി കാര്യങ്ങളൊക്കെ ഓടുന്ന ആൾക്കാർക്ക്, ഓൺലൈൻ ടാക്സി അല്ല, നമുക്ക് അല്ലാത്ത ആൾക്കാർക്കും ആവശ്യം ഉണ്ടാവും ചെറിയ QR കോഡിന്റെ ആവശ്യം. അപ്പൊ നമുക്ക് ടാക്സി ഒക്കെ ഓടുമ്പോൾ നല്ല ഉപകാരമാണ്. ചിലവര് സീറ്റിന്റെ ബാക്കിലായിട്ട് ഒട്ടിക്കും, അതൊക്കെ ഒരു ബോറാണ്. വലിയ സ്റ്റിക്കറായിട്ടാണ് ഒട്ടിക്കുക. അപ്പൊ നമുക്കൊരു ചെറിയൊരു QR കോഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. അത് കുറെ പേർക്ക് അറിയില്ല. നമ്മൾ ഓൺലൈൻ ടാക്സി ഒക്കെ ഓടുമ്പോൾ ഈ എറണാകുളത്തൊക്കെ പറഞ്ഞാല് ചിലപ്പോൾ ഈ മെയിൻ റോഡിലായിരിക്കും ചിലപ്പോൾ ഡ്രോപ്പ് ഉണ്ടാവുക. അപ്പൊ ബാക്കിൽ നിന്നൊക്കെ കുറെ ഹോണടി വരും. അപ്പൊ നമ്മൾ ഈ ഫോണിൽ എടുത്തിട്ട് ഗൂഗിൾ പേന്റെ സ്കാനറൊക്കെ എടുക്കുമ്പോഴത്തേന് കുറെ സമയമാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാർഡ് ഉണ്ട്, ചെറിയൊരു കാർഡ്. ഗൂഗിൾ പേന്റെയും കിട്ടും, ഫോൺ പേന്റെയും കിട്ടും. ഇതൊക്കെ ഫ്രീ ആണ്. ഇത് കുറെ പേർക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ QR കോഡ് കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ കാട്ടിത്തരാം. അപ്പൊ നമ്മൾ ജസ്റ്റ് മറ്റേ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഗൂഗിൾ പേ എന്ന് അടിക്കുക. ബിസിനസ് ഗൂഗിൾ പേ എന്നാണ് പേര്. ഇത് ഗൂഗിൾ പേ ആണ്. ഇതിന്റെ കുറച്ചടിക്ക് പോന്നു കഴിഞ്ഞാൽ ഇതാ ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന് കാണിക്കും. ഇങ്ങനെ അടിച്ചാലും വരും. അതുപോലെ തന്നെ ഫോൺ പേന്റെ മറ്റേ ബിസിനസ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. അത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണിക്കുക. നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളും ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. പിന്നെ ഇതിന്റെ പേര് ഞാൻ ഊബർ ടാക്സി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലവരൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ യാത്രയിലും റാപ്പിഡോയിലൊക്കെ റൈഡ് ചെയ്തിട്ട് അവർ ഈ ഊബർ ടാക്സി എന്ന് കാണുമ്പോൾ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിന്റെ പേര് മാറ്റണം, എന്നിട്ട് ഒരു പുതിയ QR കോഡും കൂടി നമുക്ക് ഓർഡർ ചെയ്യാണ്ട്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യുന്ന രീതി ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ QR കോഡ് ബുക്ക് ചെയ്യുക. ഇവിടെ ഒരു QR കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ, ഡൗൺലോഡ്, ഓർഡർ, QR കിറ്റ് എന്നുണ്ട്. അതിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഈ QR കോഡ്. അതിനു മുമ്പ് എനിക്ക് ഇതിന്റെ പേര് മാറ്റണം. ഊബർ ടാക്സി എന്നാണ് പേര് കിടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് പ്രൊഫൈലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഊബർ ടാക്സി എന്നുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഏതായാലും അതിന്റെ പേര് മാറ്റട്ടെ. ഇവിടെ നമുക്ക് ഓൺലൈൻ ടാക്സി എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൺലൈൻ ടാക്സി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അഡ്രസ്സ്, ഇത് 2 ദിവസം കൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് ഡെലിവറി ആവും. ഇതിന് എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് തുതിയൂർ കാക്കനാടാണ് കിടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത സ്ഥലമാണ് കാക്കനാട് തുതിയൂർ. അപ്പോൾ യൂസ് മൈ കറണ്ട് ലൊക്കേഷൻ അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൊക്കേഷൻ്റെ അവിടെ പോയിട്ടുണ്ട്. എടപ്പറ്റ ജമാ മസ്ജിദ്, മേലാറ്റൂരാണ് എൻ്റെ വീട്. അപ്പോൾ അത് കറക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ അഡ്രസ്സ് ജസ്റ്റ് നമ്മളവിടുത്തെ കറണ്ട് അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പേര് നമ്മൾ മാറ്റി ഓൺലൈൻ ടാക്സി ആക്കി. പിന്നെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇവിടെ ഊബർ ടാക്സി എന്നിലാണ് കിടക്കുന്നത്. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുമായിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും QR കോഡ് ബുക്ക് ചെയ്യുക. QRൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഓർഡർ QR കിറ്റ് കൊടുക്കുക. കൺഫേം ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ട് ഇതിൽ അഡ്രസ്സ് തെറ്റിയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് മാറ്റാം. ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് കറക്റ്റ് അതേ അഡ്രസ്സ് തന്നെ സെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് 2-3 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. ഇനി എന്താവും എന്നറിയില്ല. ട്രാക്ക് ഓർഡർ, അപ്പോൾ ഓർഡർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓർഡർ 7-ാം തീയതി ഇതാ വന്നുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് കാണാൻ കഴിയും. അപ്പോൾ ഇനി അത് വരട്ടെ, പുതിയ QR കോഡ് വരട്ടെ. മറ്റേത് കുറച്ച് ഡാമേജും സംഭവിച്ചിട്ടുണ്ട്. പേയ്മെൻ്റ് ഒക്കെ ആവുന്നുണ്ട്. പക്ഷേങ്കിൽ ആ പേര് നമുക്ക് മാറ്റാം. 6 മാസം കഴിയുമ്പോൾ നമുക്ക് പുതിയ QR കോഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പഴയത് ഓർഡർ ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പാടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ഓർഡർ ചെയ്യുന്ന രീതി ഞാൻ കാട്ടി തന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. സിമ്പിളായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. യാതൊരു ചിലവ് കാര്യങ്ങളൊന്നുമില്ല. പൈസേൻ്റെ യാതൊരു ചിലവും ഇല്ല. ഇതിപ്പോൾ ഗൂഗിൾ പേയുടെ ബിസിനസ്സിൻ്റെ കാർഡാണ്. നമുക്ക് ഫോൺ പേൻ്റെ കാർഡ് ഇതുപോലെ കിട്ടും. ഇതേ സെയിം പരിപാടി തന്നെ, ചെറിയ കാർഡായിരിക്കും അത്. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള പുതിയ ഇങ്ങനത്തെ ട്രിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യും. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.